ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കാൻ ടു ടയർ ക്രിക്കറ്റ് സംവിധാനം കൊണ്ടുവരുന്നുള്ള ചർച്ചകൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ICC ചെയർമാനായിട്ട് ജയ്ഷ എത്തിയ ശേഷമാണ് വീണ്ടും ഈ ചർച്ച വരുന്നത്. അപ്പോൾ ടു ടയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 ഡിവിഷനായിട്ട് രാജ്യങ്ങളെ തിരിച്ച് ക്രിക്കറ്റ് കളിക്കുന്നതാണ് പറയുന്നത്. ശരിക്കും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കൊണ്ട്? നേരത്തെ 2016 വന്നൊരു ചർച്ച വീണ്ടും ഇപ്പം ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും 2016 വന്നതാണ് ഈ ചർച്ച. അതായത് രാജ്യങ്ങളെ 2 ഡിവിഷനുകളായി തിരിച്ചുകൊണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഈ 2020 ഒക്കെ വരവോട് കൂടിയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു ജനകീയത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെ ഇല്ലാതാകും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് മരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 2016 ഈ ഒരു ഡിസ്കഷൻ നടന്നത്. അതായത് പ്രധാനപ്പെട്ട രാജ്യങ്ങളെ, ശക്തരായ ടീമുകൾ, അതായത് ഓൾറെഡി ക്രിക്കറ്റ് കളിക്കുന്ന, പാരമ്പര്യമായി ക്രിക്കറ്റ് കളിക്കുന്ന, വലിയ ഇപ്പോഴും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളെ ഒരു ഡിവിഷനും, മറ്റ് പുതിയ രാജ്യങ്ങളും അതുപോലെ ഇപ്പോൾ പെർഫോമൻസിൽ പിന്നോക്കം പോയിട്ടുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വേറെ ഡിവിഷനും എന്ന തരത്തിലാണ് അന്ന് പ്ലാൻ ചെയ്തിട്ട് അത് പിന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ എതിർത്തതാണ്. അന്ന് എനിക്ക് തോന്നുന്നു അനുരാഗ് ഠാക്കൂറാണ് അന്ന് BCCIയുടെ ഹെഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യം, ഈ ചെറിയ രാജ്യങ്ങൾ അപ്രസക്തമായി മാറുന്നു എന്നുള്ള രീതിയിലുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത് ചെയ്തത്. ഇത് വീണ്ടും ചർച്ച വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഒരുപക്ഷെ കാണികളെ വീണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിനോട് അടുപ്പിക്കുന്നു, അതായത് കാണികളെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്ന ഒരു പരമ്പരയായിരുന്നു. മാത്രമല്ല, പല മത്സരങ്ങളിലും റെക്കോർഡ് കാണികൾ വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കാണികളെ പിടിച്ചു നിർത്തുക, കൂടുതൽ പേരെ ടെസ്റ്റ് ക്രിക്കറ്റിനോട് അടുപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതിന് പ്രധാനമായിട്ടും ഈ ICC മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഇതിനായിട്ടുള്ള ചരടുവലികൾ പ്രധാനമായും നടത്തുന്നത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ബോർഡുകളാണ്. അല്ല, അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത് 2020 ടെസ്റ്റ് ആയാലും പണ്ട് തൊട്ടേ ആൾക്കാർ ഉണ്ടാവുന്നതാണല്ലോ. ഇന്ത്യ, ഓസ്ട്രേലിയ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ടീമുകളാണ്. അപ്പം ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ആണെങ്കിലും ഈ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ കളി എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വരും. പിന്നെ മത്സരം ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പം ബോർഡർ ഗവാസ്കർ ട്രോഫി കണ്ട അഗ്രഷനൊക്കെ വരുന്ന സമയത്ത് ബൂമറയും കോഹ്ലിയും പിന്നെ സിറാജും ഈ ട്രാവിസ് ഹെഡുകളും വരുന്ന അങ്ങനെ അഗ്രഷൻ വരുന്ന സമയത്ത് കാണികൾ കുറച്ചുകൂടി വരും. പിറ്റേ ദിവസത്തേക്ക് എന്തായാലും കുറച്ച് ആളുകൾ കളി കാണാൻ വരും. ആ ഒരു ഇത് എപ്പോഴും കിട്ടാറുണ്ട്. ഈ ടെസ്റ്റ് ക്രിക്കറ്റ് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ 2020യും IPL ഒക്കെ വന്ന സമയത്താണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ രസം കൊല്ലിയായി 5 ദിവസം നീണ്ടുന്ന ഒരു കളി എന്ന് പറഞ്ഞു പോയത്. പക്ഷേ ആ സമയത്തും ആഷസിനും ഈ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരകൾക്കൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ സാഹചര്യം ഇപ്പം വലുതായിട്ട് മാറിയിട്ടുണ്ടോ? അത്രയ്ക്ക് വലിയ ആരാധകർ ഇപ്പം വരുന്നത് ഇത് പുതിയ ടു ടയർ കൊണ്ടുവരുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ടു ടയർ കൊണ്ടുവരിക എന്നത് മാത്രമല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിലവിലിപ്പോൾ 4 വർഷം കൂടുമ്പോഴാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു 2 പരമ്പര നടക്കുന്നത്, പരസ്പരം ടൂർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്കും ഓസ്ട്രേലിയ ഇന്ത്യയിലേക്കും പോകുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. ഇത് കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കും. 3 വർഷത്തിൽ 2 തവണ ഈ 2 രാജ്യങ്ങളും തമ്മിൽ പരമ്പര വരുന്ന തരത്തിൽ ഇതിന് മാറ്റം വരുത്തും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയ, അതുപോലെ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ. ഇപ്പോൾ സാമ്പത്തിക നേട്ടം, അതെ, സാമ്പത്തിക നേട്ടം കൂടി അതിനകത്തൊരു ഘടകമാകും. അതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ ആഷസ്, അതുപോലെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി, പട്ടൗഡി ട്രോഫി, ഈ ട്രോഫികളെല്ലാം 5 ടെസ്റ്റ് മത്സരങ്ങളായിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ കൂടുതൽ ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യം കൂടുതൽ മുതലാക്കുക, കൂടുതൽ മത്സരങ്ങൾ അങ്ങനെ നടത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള ലാഭം കൂടിയിട്ട് ഒരു മുന്നിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കണ്ട ഒരു ആളുകൾ, കളി കാണാൻ വന്ന ആളുകളുടെ ഒരു ആവേശം അതിന് ഒന്നുകൂടി അതിനെ ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടി അതിനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ പിന്നെ 2 ഡിവിഷനിൽ, പിന്നെ അപ്പർ ഡിവിഷനിൽ ഇപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയൊക്കെ കളിക്കുന്ന മത്സരങ്ങൾക്ക് സ്വാഭാവികമായി കാണികളുണ്ടാവും. ക്രിക്കറ്റ് ആരാധകർ അവർ ശക്തരായ ടീമുകൾ കളി കാണാൻ വരും. ആ നേരെ മറിച്ച് വരുമ്പോൾ ഇപ്പം ബംഗ്ലാദേശിനെ പോലെ, പിന്നെ ബംഗ്ലാദേശും അയർലൻഡും അഫ്ഗാനിസ്ഥാനും പോലെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ടീമുകൾ, അവരുടെ മത്സരങ്ങൾക്ക് സാമ്പത്തികമായി വീണ്ടും നഷ്ടം ഉണ്ടാവില്ലേ? ഇങ്ങനെ കളി കാണാനുള്ള ആൾക്കാർ പ്രശ്നങ്ങളും അവിടെ കുറയില്ലേ അവർക്ക്? പിന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും കളിക്കുമ്പോൾ അഫ്ഗാൻ ക്രിക്കറ്റിന് അത് വലിയൊരു ബൂസ്റ്റാണ്. ഇന്ത്യക്കാരുടെ കളി പിന്നെ അഫ്ഗാനിലെ ടീമിനായാലും ആർക്കായാലും ഒരു നേട്ടം ഉണ്ടാവും. ഇപ്പം വെസ്റ്റ് ഇൻഡീസ് ലോവർ ഡിവിഷനിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. അപ്പോൾ ആ ടീമുകൾക്കൊക്കെ അത് വീണ്ടും ഒരു മെച്ചമില്ലാതെ പോകില്ലേ ഈ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. ഇത് പണ്ട് മുതലേ ക്രിക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ലോകകപ്പ് ആണെങ്കിലും വളരെ കുറഞ്ഞ രാജ്യങ്ങൾ അതിൽ വരുന്നു. അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 രാജ്യങ്ങൾ അല്ലെങ്കിൽ 5-6 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഘടകങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും. ഇപ്പോൾ ക്ലൈവ് ലോയിഡ് പറയുന്നു, പിന്നെ എന്തിനാണ് പുതിയ രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങുന്നത്? അവർ 2ാം നിര ടീമുകളായിട്ട് 2ാം ഡിവിഷനിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ
രീതിയിലാണ് അവരെ ആളുകൾ കാണുന്നതെങ്കിൽ എന്തിനാണ് അവർ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരമായിട്ടുള്ള ക്ലൈവ് ലോയിഡ് ഇതിനെ എതിർത്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ശരിയല്ല, അത് ക്ഷമിക്കാം, തന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം രവി ശാസ്ത്രി ഇപ്പുറത്തെ സൈഡിൽ പറയുന്നത് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് കളിക്കുന്ന കൺട്രീസ് അല്ലെങ്കിൽ രണ്ട് ശക്തരായ ടീമുകൾ കളിക്കുന്ന സമയത്ത് മാത്രമേ കാണികൾ കാണാൻ വരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയും അല്ലെങ്കിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യ സിംബാബ്വെ അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇത്തരം ടീമുകൾ കളിക്കുന്ന സമയത്ത് അവരെ കാണാൻ, അതായത് ആ മത്സരം കാണാൻ കാണികൾ പൊതുവെ കുറവാണ് എന്ന രീതിയിലാണ് രവി ശാസ്ത്രി പറയുന്നത്. അപ്പോൾ ശരിയായിരിക്കും, കാരണം ഇന്ത്യ ഓസ്ട്രേലിയ കളിക്കാൻ വരുന്നത് പോലെ ഇന്ത്യ ബംഗ്ലാദേശിന് കളിയാൻ വരില്ല. അത് ആ വാദം അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും കളിക്കുമ്പം ഇല്ല കളിക്കാരനെ വരുന്നൊരാൾ ആരാധകർ നമുക്കറിയാലോ, ഒരു പരിധിയുണ്ട്, പരമാവധി എത്ര വന്നാലും. പക്ഷേ ആ സമയത്ത് ബംഗ്ലാദേശ് ഇന്ത്യയും കളിക്കുമ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റിന് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, ഇന്ത്യയുടെ ആരാധകർ കളിയാൻ വരുന്നൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കളിക്കുമ്പോൾ, ലോവർ ഡിവിഷൻ ടീമിൽ തമ്മിൽ കളിക്കുമ്പോൾ അവർ അവിടെ തന്നെ കുടുങ്ങി കിടക്കുമല്ലേ. ഈ കൂടുതൽ ആരാധകർ വരണമെങ്കിൽ അവർ ഇന്ത്യൻ ടീമായിട്ടും അപ്പർ ഡിവിഷണൽ ടീമായി കളിക്കണ്ടേ. അപ്പോൾ അതിനുള്ള സ്കോപ്പ് ICC കാണുമായിരിക്കുമോ? അത് തന്നെയാണ് ഇതിനകത്തുള്ള വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ഈ വലിയ രാജ്യങ്ങൾ മാത്രം തമ്മിൽ ടെസ്റ്റ് കളിക്കുന്ന സമയത്ത് മറ്റുള്ള ടൂർണമെൻറ്റുകൾ വരുന്നു, ഇതിൻ്റെ ഇടയിൽ IPL പോലുള്ള ഡൊമസ്റ്റിക് ലീഗുകൾ വരുന്നു. അപ്പോൾ പിന്നെ ഈ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ട് ഇന്ത്യയും ചെറിയ രാജ്യങ്ങളും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ക്രിക്കറ്റ് അതിനെ, അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ ഒരു വലിയ ശക്തരായ രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ ചെറിയ ടീമുകൾ ആ രീതിയിൽ തന്നെ അവരുടെ നിലവാരം ആ രീതിയിൽ തന്നെ തുടരുന്ന, അവരെ എപ്പോഴും താഴെ ഇതിൽ, അതായത് സെക്കൻഡ് ഡിവിഷനിൽ മാത്രമായിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് വലിയ വിമർശനമായിട്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്, ലോവർ ഡിവിഷനിൽ കളിക്കുന്ന ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ടീമിനെ അപ്പർ ഡിവിഷനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും, ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത സീസണിലേക്കായിരിക്കാം, അടുത്ത വർഷത്തേക്കായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നേട്ടമാണ്. അപ്പം ലോവർ ഡിവിഷനിൽ കളിക്കുന്ന ടീമുകൾക്ക് രണ്ട് ടീമുകൾ അപ്പർ ഡിവിഷനിലേക്ക് മാറ്റും എന്നൊരു വരുന്നുണ്ടെങ്കിൽ, അതുപോലെ അപ്പർ ഡിവിഷനിൽ ഏറ്റവും ലോവറിൽ നിൽക്കുന്ന മോശം പ്രകടനം നടത്തുന്ന ടീമുകളെ താഴ്ത്തുമെന്ന് പറയുന്ന പ്രകടനം നിലവാരം താഴ്ത്ത് മറ്റേ രണ്ടാം ടീമിലേക്ക് മാറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു മാറ്റമാണ്. കാരണം അപ്പോൾ മത്സരത്തിന് വീര്യം വാശിയും കൂടുകയുള്ളൂ വീണ്ടും. കാരണം ലോവർ ഡിവിഷൻ ടീമുകൾ മുകളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും, മുകളിലെ ടീമുകൾ താഴേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ രീതിയിലൊക്കെ സജഷൻ വരുവാണെങ്കിൽ, അതിൽ ICC മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഇപ്പം പറയുമ്പോൾ നമുക്ക് കാണുന്ന രീതിയിൽ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടായാലും കുഞ്ഞൻ ടീമുകൾക്ക് അത് വീണ്ടും നഷ്ടം ഉണ്ടാവുകയുള്ളൂ, ആരാധകർ വരാതിരിക്കുകയുള്ളൂ. ശക്തരായ ടീമുകൾ തമ്മിൽ കളി തുടർന്നുകൊണ്ടേയിരിക്കും ചെയ്യും. അപ്പോൾ ക്രിക്കറ്റിനെ വീണ്ടും ജനകീയമാക്കുന്നതിലും നേരത്തെ പറഞ്ഞ ഫുട്ബോളിനെ പോലെ നമുക്കൊരു വൈഡായിട്ട് പാർട്ടിസിപ്പൻസ് കൂടുതൽ ടീമുകൾ വരുന്നതിനും അതിന് ബാധിക്കും എന്ന് തന്നെയല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും അതൊരു ശരിയാണ്. പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ രാജ്യങ്ങൾക്കാണ് ടെസ്റ്റ് പദവി ഉള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ICC ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗത്ത് 2020 വളരെ, അതായത് വൈഡായിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഇപ്പോൾ അർജന്റീന പോലുള്ള രാജ്യങ്ങൾ വരെ ക്രിക്കറ്റ് കളി ഇപ്പോൾ നടക്കുന്നുണ്ട്. 2020 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട യോഗ്യതാ റൗണ്ടുകളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ 2020 ക്രിക്കറ്റിനെ കൂടുതൽ വിപുലപ്പെടുത്തുകയും അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ജനകീയത ഇല്ലാതെ നഷ്ടപ്പെടാതെ അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലൈവ് ലോയിഡ് ആണെങ്കിൽ രവി ശാസ്ത്രി അങ്ങനെ പ്രധാനപ്പെട്ട ഇതിഹാസ താരങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പ്രതികരിച്ച് രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും കൂട്ടായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചർച്ചകൾ നടക്കുന്നത് ഇങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആ ഒരു മരണം ഒഴിവാക്കുക എന്നുള്ള, ടെസ്റ്റ് ക്രിക്കറ്റിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നതെല്ലാം. അതേസമയം മറുഭാഗത്ത് 2020 ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളെ 2020 ക്രിക്കറ്റ് കളിക്കുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്.